നല്ല എല്ലാ സീനെല്ലാം അടിപൊളിയാണ്. നല്ല സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും എന്റർടൈൻ ചെയ്യുന്നു. പിള്ളേർക്കായാലും ഫാമിലിക്കായാലും പോയി കാണാം. ബെറ്റർ മൂവി, കോമഡി മൂവി. കുഴപ്പമില്ല, ഷാജോണൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കുഴപ്പമില്ല. ഇപ്പോഴത്തെ യൂത്തിന്റെ കൊച്ചു കോമഡി അങ്ങനെയൊക്കെ. അർജുൻ അശോകൻ സൂപ്പർ ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പക്ഷേ റാമലുവിന്റെ അത്രയൊന്നും വന്നിട്ടില്ല. എന്നാലും ആവറേജ് മൂവി, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, ആവറേജ്. എല്ലാവരും അടിപൊളിയുണ്ട്. ഫുൾ ഒരു 2 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട് പടം. നമ്മൾ അത്രയും ഒരു ബോർ പോലും അടിക്കാതെ എന്റർടൈൻമെന്റ് ആയിട്ട് ഫാമിലി ഫുള്ള് വന്നിട്ട് കാണാൻ പറ്റുന്ന അടിപൊളി സിനിമ. എല്ലാം ഉണ്ട്, കോമഡിക്ക് കോമഡി എല്ലാം ഉണ്ട്. നല്ലൊരു പക്ക സ്റ്റോറി. അങ്ങനല്ല, ഇത് വേറൊരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ഇതാണ്. ഫാമിലി ടൈപ്പ് അല്ല. മൊത്തത്തിൽ ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ മാത്യു ആയിരുന്നു കത്തിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് വരുമ്പം അർജുന അശോകൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് മെയിനായിട്ട് കോമഡി തന്നെയാണ്. കോമഡി കുറെയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പ്രേമലു സിനിമയിലെ പ്രേമലു സിനിമയിലുണ്ടല്ലോ, ആവറേജ്. ഫുൾ എൻജോയ് ചെയ്യാനുള്ള എല്ലാം ഉണ്ടായിരുന്നു. ഫണ്ണായിട്ടൊന്നുമില്ല, കുറച്ച് അവിടെ ഇവിടെ കുറച്ച് കോമഡി ഉണ്ട്, കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. നല്ലതായിരുന്നു. അങ്ങനെ റൊമാൻസ് ടൈപ്പ് ഒന്നുമല്ല, ഫീൽ ഗുഡ് മൂവി അല്ലെങ്കിൽ കോമഡി മൂവി, ചിരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നല്ല പടം. നല്ല കോമഡി ഉണ്ട്, അത് തന്നെയാണ് അതിൽ എടുത്ത് പറയാനുള്ളത്. എന്റർടൈൻമെന്റ് ആണ്. നല്ലൊരു മൂവിയാണ്. ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ബാക്കിയുള്ളവർ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഐ പേഴ്സണലി ഫീൽ നല്ലൊരു പടമായിരുന്നു. നല്ലൊരു ചിരിക്കാനുള്ള മൂവ്മെന്റ്സ് ഉണ്ട്, തിയേറ്റർ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്, നല്ല ചിരിക്കാനുള്ള മൂവ്മെന്റ്സ് ഉണ്ട്. എല്ലാവരും നന്നായിട്ട് എന്റർടൈൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും അതിന്റെ കാസ്റ്റ് ക്രൂ എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാം അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ആർക്കും നമുക്കിങ്ങനെ എടുത്ത് പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഓരോ റോള് കൊടുത്ത് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബെറ്റർ മൂവിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. ആണ് നമുക്ക് തിയേറ്ററിലെ ആ മൂവ്മെന്റ്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ അത് ഒരു OTT ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ ഫീൽ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് തിയേറ്ററിൽ അത് ഒരു കോമഡി മൂവ്മെന്റ്സ് ഒക്കെ വാച്ചബിൾ ആണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. അടിപൊളിയാണ്, നല്ല എൻജോയ് ചെയ്ത് കണ്ട്. പിന്നെ എല്ലാവരും ഒന്നിച്ച് നല്ല മെച്ചമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കോമഡി പടമാണ്, നല്ല എൻജോയ്, നല്ല മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. എടുത്ത് പറയാൻ അമൽ ഡേവിസ്, നമ്മളെ സംഗീത് പ്രതാപ് നല്ല സൂപ്പറായിരുന്നു. കുറച്ച് പ്രേമലുവിനെ കാട്ടി കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. കാട്ടവരാതല്ലേ, അങ്ങനെ അവരാതൊന്നുമില്ല, നല്ല പടമാണ്, മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. താല്പര്യമില്ല, പടം കൊള്ളാം, കുഴപ്പമില്ല. അതിന്റെ ബാക്കിലുള്ള കാര്യങ്ങളും അതിന്റെ പോകുന്ന രീതിയും എല്ലാവരും നല്ല എന്റർടൈനിങ് മൂവിയാണ്. നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെയും അഭിനയം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അനാവശ്യമായിട്ടൊന്നുമില്ല, എല്ലാം കറക്റ്റാണ്. അത്യാവശ്യം 2.5 മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് വലിയ കുറച്ച് ബോറായിട്ട് തോന്നി, കുറച്ച് ഓവറായിട്ട് തോന്നി, അത്രയായിരുന്നു. എടുത്തു പറയാനൊന്നുമില്ല, കുറച്ച് ഓവർ വെറുപ്പിക്കലുണ്ട്, അത് തന്നെ എടുത്ത് പറയാം. അങ്ങനെ ചോദിച്ചാൽ അത് ഓരോരുത്തർ വൈബിനനുസരിച്ചിരിക്കും. എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. ചില ആൾക്ക് നല്ല വർക്കാവാൻ ചാൻസും ഉണ്ട്.